നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കുഞ്ഞു കാര്യങ്ങളും AI ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അത്തരത്തിലുള്ള 14 യൂസ് കേസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു പോകും, അല്ലെങ്കിൽ പറഞ്ഞു പോകും, അയ്യോ ഇത്രയും കാര്യങ്ങൾ AI ഉപയോഗിക്കാമായിരുന്നു എന്ന് നിങ്ങൾ അപ്പോൾ ചിന്തിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ പറയുന്ന 13ാമത്തെയും 14ാമത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പല ടെക്സ്റ്റുകളും വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ആ ടെക്സ്റ്റ് വോയിസ് ടൈപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. ശേഷം അതിലേക്ക് ഇമോജികൾ ആഡ് ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടാവും. നമ്മൾ മാനുവലായിട്ടാണ് ഇമോജികൾ ആഡ് ചെയ്യാറ്. പക്ഷേ അത് നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഇമോജികൾ ആഡ് ചെയ്യാൻ സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ട, മാനുവലായിട്ട് ആഡ് ചെയ്യേണ്ട, സിമ്പിളായിട്ട് കോപ്പി ചെയ്തു. ശേഷം ജെമിനി ഓപ്പൺ ചെയ്തു, ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ആ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ആഡ് റെലവൻറ്റ് ഇമോജി എന്ന് കൊടുത്തു. നമുക്ക് റിസൾട്ട് നോക്കിയേക്കാം. അപ്പം നിങ്ങൾ ഇനി ഇത്തരത്തിലുള്ള ഇമോജികൾ, ഐക്കൺസ് ആഡ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ഒരിക്കലും അത് മാനുവലായിട്ട് ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് ജെമിനി അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകൾ, ChatGPT ആണെങ്കിൽ അത് ജനറേറ്റ് ചെയ്ത് തരും. എത്ര മനോഹരമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇമോജികൾ ചെയ്തിട്ട് ആ ടെക്സ്റ്റ് എനിക്ക് കിട്ടി. ഇനി ഞാനത് സിമ്പിളായിട്ട് കോപ്പി ചെയ്തിട്ട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അത് അവിടെ പേസ്റ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ യൂസ് കേസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾക്ക് PDF-കൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ച ഒരു ടെക്സ്റ്റിനെ നമ്മൾക്ക് ഒരു പേജിലേക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പം നമ്മൾ നോർമലി ചെയ്യാറ് ഗൂഗിൾ ഡോക്കിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ പോയിട്ട് മാനുവലായിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് അതിന് ചാറ്റ് ബോട്ടിൻ്റെ അസിസ്റ്റന്റ് ചോദിക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്, ഇനി അതിന് ഞാനൊരു PDF-ലേക്ക് ആക്കുകയാണ്. അപ്പം ഞാൻ സിമ്പിളായിട്ട് ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു. ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവാസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റി. ഇനി ഞാൻ നെക്സ്റ്റ് ചോദിക്കുകയാണ്, ക്യാൻ യു മേക്ക് ഇറ്റ് ഇൻ എ പ്രിൻ്റബിൾ ഫയൽ. ഓക്കെ, പ്രിൻ്റബിൾ ഫയലിലേക്ക് മാറ്റി തരും. അല്ലെങ്കിൽ ക്യാൻ യു അറേഞ്ച്, നമുക്ക് അത് മതി, പ്രിൻ്റബിൾ ഫയൽ വേണ്ട. ക്യാൻ യു അറേഞ്ച് ഇറ്റ് എന്നുള്ള സിമ്പിൾ പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്, അറേഞ്ച് ഇറ്റ്. നമുക്ക് റിസൾട്ട് നോക്കിക്കാം. അപ്പം നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ടൈം ഇത്തരത്തിലുള്ള പേജ് സെറ്റിങ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് ജെമിനിയിൽ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഷെയർ എന്നുള്ള ഓപ്ഷനിലോ ഗൂഗിൾ ഡോക്കിലേക്കോ അല്ലെങ്കിൽ പ്രിന്റിലേക്കോ ഒക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ ഏത് അഡീഷണൽ ചേഞ്ചുകൾ വരുത്താനും നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ടൈറ്റിൽ കൊടുത്തത് ഒന്നുകൂടി ബോൾഡ് ആക്കണം, അല്ലെങ്കിൽ ടൈറ്റിൽ ഇറ്റാലിക്സ് ആക്കണം. അങ്ങനെ നമ്മൾ പണ്ട് മാനുവലായിട്ട് എഡിറ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ യൂസ് കേസ്. മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകൾക്കും ചെറിയ രീതിയിൽ എഡിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. ചിലപ്പോൾ ഡേറ്റ് മാറ്റാൻ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സിഗ്നേച്ചർ മാറ്റാൻ, അങ്ങനെ പല രീതിയിലുള്ള എഡിറ്റ് വരുത്തേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ ആ സമയത്തും നമുക്ക് സിമ്പിളായിട്ട് ജെമിനി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ ഗ്യാലറിയിലുള്ള ഒരു പിക്ചർ, ഇപ്പം ഈ ഒരു പിക്ചറിൽ നിന്ന് ഇതിൽ 11/13/2021 ഡേറ്റ് ഉള്ളത്. അതെനിക്ക് ഇന്നത്തെ ഡേറ്റിലേക്ക് മാറ്റി തരണം. അപ്പോൾ അതാണ് ഞാൻ ജെമിനി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ആ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്തു. ശേഷം ഞാൻ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ചേഞ്ച് ദ ഡേറ്റ്, മേക്ക് ഇറ്റ് ടുഡേ. ഓക്കെ, എന്നിട്ട് ശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇമേജുകളിൽ നിങ്ങൾ കളിക്കുന്ന സമയത്ത് ചൂസ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇമേജസ് എന്നുള്ള ഓപ്ഷന്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻ്റർ കൊടുത്തു. ഓക്കെ, നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കിക്കാം. ഇത്തരത്തിലുള്ള ഇപ്പം നിങ്ങൾക്ക് സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യാൻ, ടൈറ്റിലുകൾ ചേഞ്ച് ചെയ്യാൻ, ഡേറ്റുകൾ ചേഞ്ച് ചെയ്യാൻ, ഈവൻ ഇൻ കേസ് നിങ്ങൾക്കൊരു പോസ്റ്റർ മേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്ററിലുള്ള എന്തെങ്കിലും ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ സെയിം ഫംഗ്ഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്
മൂന്നാമത്തെ യൂസ് കേസ് നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഏകദേശം ഒരു 40 സെക്കൻഡ് വരെയൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സി ദേ ആർ ബിൽഡിങ്, നമുക്ക് നോക്കി നോക്കാം. 19/6/2026, അതായത് ഇന്നത്തെ ഡേറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് തന്നു. അപ്പം നമ്മൾക്ക് ഇത്തരത്തിലുള്ള എന്ത് ചേഞ്ചസ് വരുത്താനും സിമ്പിളായിട്ട് ജെമിനി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ യൂസ് കേസ്. നാലാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ഇമേജുകളുടെ പോസ്റ്റേഴ്സിൻ്റെ ഒക്കെ സൈസ് മാറ്റേണ്ടി വരും. അപ്പം ആ സമയത്ത് നമ്മൾക്ക് ജെമിനി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഗ്യാലറിയിലുള്ള ഒരു പിക്ചർ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു പിക്ചറിൻ്റെ സൈസ് ഇതാണ്. നമ്മൾക്ക് ഇതിനെ കൃത്യമായിട്ടുള്ള ഡയമെൻഷനിലേക്ക് മാറ്റണം. പല സമയത്തും നമ്മൾ വെബ്സൈറ്റ്, ഇപ്പോൾ PSCയിലൊക്കെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവരൊരു കൃത്യമായിട്ടുള്ള ഡയമെൻഷൻ പറയും. 200 വിഡ്ത്ത്, 300 ഹൈറ്റ് എന്നുള്ള രീതിയിൽ അവരൊരു ഡയമെൻഷൻ പറയും. അപ്പോൾ ആ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനും സിമ്പിളായിട്ട് നമ്മൾക്ക് ജെമിനി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതാണ് ഞാൻ നാലാമത്തെ യൂസ് കേസ് ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ജെമിനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കണം. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മൾക്ക് പ്രോംപ്റ്റ് മലയാളത്തിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, എന്നിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം. ഈ ഒരു ഫോട്ടോയെ 200 വിഡ്ത്തും 300 ഹൈറ്റിലേക്കും കൺവേർട്ട് ചെയ്ത് തരാമോ? ഓക്കെ, നമുക്ക് റിസൾട്ട് നോക്കി നോക്കാം. ഞാൻ ഈ ഇമേജസ് എന്നുള്ള ഫംഗ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ AI ഡിറ്റക്റ്റ് ചെയ്തു ഇമേജിലാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് തന്നെ സ്വയം ആ രീതിയിലാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഫോട്ടോയുടെ സൈസ് മാറ്റാനൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി ഇൻ കേസ് ചില ആളുകൾക്ക് ഉണ്ടാവും ഇൻസ്റ്റഗ്രാം സൈസിലൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, അതിന് ഇനി വാട്സപ്പ് സൈസിലേക്കോ അല്ലെങ്കിൽ മറ്റു സൈസിലേക്കോ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. വി ഗോട്ട് ദ റിസൾട്ട്, നമ്മൾക്ക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇതും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതാണ് നാലാമത്തെ യൂസ് കേസ്. അഞ്ചാമത്തെ യൂസ് കേസ്, പല ആളുകൾക്കും സോഷ്യൽ മീഡിയകളിൽ കമൻ്റ് ഇടേണ്ട ആവശ്യമാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസ് ടൈപ്പിൽ കമൻ്റ് ചെയ്താം. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് വോയിസ് ടൈപ്പിൽ അത്ര കമൻ്റ് അത്ര അല്ലെങ്കിൽ വോയിസ് ടൈപ്പിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്കില്ലില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് കമൻറ്റുകൾ എഴുതാൻ, ഫേസ്ബുക്കിലൊക്കെ കമൻറ്റുകൾ എഴുതാൻ ജെമിനി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പം നമ്മൾക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ ഇവിടെ ചോദിക്കുന്ന പ്രോംപ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ളതാണ്. അർജന്റീന 3 ഗോൾ ജയിച്ചു. അപ്പോൾ ഒരു ബ്രസീലിയൻ ആരാധകർ അവരുടെ ക്ലബിൽ ഡിസ്കഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഒരു ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു കമൻറ്റ് ഉണ്ടാക്കി തരാനാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. മലയാളത്തിലാണ് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നത്. ഞാനൊരു ബ്രസീൽ ഫാൻസാണ്. ഇന്ന് അർജന്റീന 3 ഗോൾക്ക് വിജയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഭയങ്കര ഡിസ്കഷനാണ്. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ബ്രസീൽ കളിക്കാരൻ എഴുതുന്ന രീതിയിൽ നല്ലൊരു കമൻ്റ് എഴുതും. നമ്മളുടെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ അതിൽ എഴുതണം, മലയാളത്തിലാവണം, ന്യായീകരണ രീതിയിലും ആവണം. നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. നമുക്ക് റിസൾട്ട് നോക്കാം. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എഴുതാനും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു പെർട്ടിക്കുലർ വേയിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നത്. ഇതിൻ്റെ യൂസ് കേസുകൾ അനന്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇതെങ്ങനെയാണ് എനിക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇവിടെ നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ന്യായീകരണ രീതിയിലൊരു കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. അർജന്റീന ഇന്ന് 3 ഗോളിന് ജയിച്ചു, അത് ഞങ്ങൾ സമ്മതിച്ചു തരുന്നു. നല്ല കളി തന്നെയായിരുന്നു, അത് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കളി ജയിക്കുമ്പോഴേക്കും ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായി എന്ന് പറയുന്നത് അഹങ്കരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. ഫുട്ബോൾ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ മന്നപ്പടയുടെ 7 അയലത്ത് എത്താൻ വേറെ ഏത് ടീമിന് കഴിയും? ഞങ്ങളുടെ നെഞ്ചിലെ 5 നക്ഷത്രങ്ങൾ കടയിൽ നിന്ന് വാങ്ങി വെറുതെ തുന്നിപ്പിടിപ്പിച്ചതല്ല. പെലെ, റൊണാൾഡോ, റൊണാൾഡീനോ, കഫു, റോബർട്ട് കാർലോസ് ഫുട്ബോളിനെ ഒരു കലയാക്കി മാറ്റി എത്ര ഇതിഹാസങ്ങളാണ് ആ മഞ്ഞ ജേഴ്സി അണിഞ്ഞ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ എഴുത്തുകളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വോയിസ് കമൻറ്റിലൂടെ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് 5-ാമത്തെ യൂസ് കേസ്. 6-ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ബിസിനസ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ബിൽഡിംഗ് റെൻ്റ് ഔട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്, ഒരു കരാർ, ഡീഡ് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ജെമിനി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഡീഡുകൾ, കാര്യങ്ങളൊക്കെ ലളിതമായിട്ടുള്ള ഡീഡുകൾ, അതായത് ഹെവി കേസുകളൊക്കെ നിങ്ങൾ അതിൻ്റെ എക്സ്പേർട്ടുകളെ സമീപിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം
AI sometime make a hallucination. സോ ഇത്തരത്തിലുള്ള ചെറിയ യൂസ് കേസുകളിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ, ഡീഡുകളെ ഡ്രാഫ്റ്റ് ചെയ്യാൻ ജെമിനി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ ക്യാൻവാസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്യാൻവാസ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് സ്റ്റൈലുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാക്സിമം ക്യാൻവാസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താം. അപ്പം ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കണം. എനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട് പെരിന്തൽമണ്ണയിൽ. ഓക്കെ, ആ ഒരു ബിൽഡിംഗ് ഞാൻ റെൻറ്റിന് കൊടുക്കുകയാണ്. അത് വാങ്ങിക്കുന്ന ആളുടെ പേര് ദീപക് എന്നാണ്. അപ്പോൾ ഒരു 5 മാസം അദ്ദേഹത്തിന് ആ ബിൽഡിംഗ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉടമ്പടി കരാർ നിനക്ക് നിർമ്മിച്ച് തരാമോ? അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, നമ്മൾക്ക് നോക്കി നോക്കാം, ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള മലയാളത്തിലുള്ള വോയിസ് കമൻ്റാണ് കൊടുത്ത് ഇനി ഇതിൻ്റെ റിസൾട്ട് വരുന്നതൊന്നും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീഡുകൾ, ചെറിയ ചെറിയ ഡോക്യുമെൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു വേയിൽ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇവിടെ പറയുന്നത് വൺ വേ ഓഫ് യൂസ് കേസാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനന്തമായിട്ടുള്ള യൂസ് കേസുകൾ ഇത് അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു വാടക കരാർ നിർമ്മിച്ചു തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. വാടക കരാർ നിർമ്മിച്ചു തന്നിട്ടുണ്ട്. വ്യവസ്ഥകൾ, എല്ലാ വ്യവസ്ഥകൾ പോയിന്റ് ഔട്ട് ചെയ്ത്, എന്നിട്ട് 1-ാം കക്ഷി, 2-ാം കക്ഷി, സാക്ഷികൾ എല്ലാം നമ്മൾക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഇത് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ജെമിനി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് 6ാമത്തെ യൂസ് കേസ്. 7ാമത്തെ യൂസ് കേസ്, പല സമയങ്ങളിലും നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാവൽ ഐറ്റിനറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അത് ജെമിനി ആവാം, ChatGPT ആവാം, ഏതും ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു തവണ ഡൽഹിയിലെത്തിയ സമയത്ത് ഒരു പകൽ മാത്രമാണ് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഈ ചാറ്റ് ബോട്ടിനൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഞങ്ങളിവിടെ ഇന്ന റെയിൽവേ സ്റ്റേഷനിലാണ്, ഞങ്ങൾ റിട്ടേൺ കേരളത്തിലേക്കുള്ള ട്രെയിൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ട്രാവൽ ഡെസ്റ്റിനേഷനിൽ പോകാൻ ഒരു ട്രാവൽ ഐറ്റിനറി നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഏത് മെട്രോയിലാണ് കയറേണ്ടത്, ഏത് ഡോറിലാണ് ഇറങ്ങേണ്ടത്, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഫാമിലിൻ്റെ ഒപ്പം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ട്രാവൽ ഐറ്റിനറി നിർമ്മിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രാവൽ ഐറ്റിനറി ഇത് വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ബോട്ട് വഴി പോകണം, അല്ലെങ്കിൽ ബസ്സിലാണ് പോകേണ്ടത്, അപ്പോൾ ആ ബസ്സിൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണം, ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അങ്ങനെ ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയുള്ള ആവശ്യങ്ങൾക്ക് ട്രാവൽ ഐറ്റിനറി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് 7ാമത്തെ യൂസ് കേസ്. 8ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസുകളിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിൽ അവർ പറയും റിട്ടൺ കംപ്ലൈൻറ്റ് തായോ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനോട് ചാറ്റ് ബോട്ടുകളോട് ചോദിച്ച് അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇത് മലയാളത്തിൽ തന്നെ നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ ഞാൻ ഒരു യൂസ് കേസ് നോക്കുകയാണ്. അതിൻ്റെ മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ചെറിയ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ലളിതമായിട്ടുള്ള പല അപ്ഡേറ്റ്സുകളും നമ്മൾ റെഗുലർ ആയിട്ട് അറിയിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ സാധിക്കും. എൻ്റെ വീട്ടിലേക്ക് രാത്രി 10 മണിക്ക് ശേഷം വോൾട്ടേജ് കുറവുണ്ട്. അപ്പോൾ KECBക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ട കംപ്ലൈൻ്റ് ആണ് ഇതിനോട് നിർമ്മിച്ച് തരാൻ പറയുന്നത്. നമുക്കൊന്ന് നോക്കിക്കാം. KECBക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. അപ്പം നീ എനിക്കൊരു കംപ്ലൈൻറ്റ് നിർമ്മിച്ച് തരണം. പ്രശ്നം ഇതാണ്, എൻ്റെ വീട്ടിലേക്ക് രാത്രി 10 മണിക്ക് ശേഷം കൃത്യമായിട്ട് വോൾട്ടേജ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു പരാതി ഇവരുടെ KECBക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് നീ നിർമ്മിച്ച് തരേണ്ടത്. അപ്പോൾ ഫോർമലായിട്ടുള്ള ഒരു പരാതി നിർമ്മിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ക്യാൻവാസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത് എൻ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് റിസൾട്ട് നോക്കാം. ഇനി നമ്മൾക്ക് ഒന്നുകിൽ ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന റിസൾട്ടുകളെ ഒരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതാം. കുറേ ആളുകൾ പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ പോയിട്ട് അവർക്ക് കൃത്യമായിട്ട് ഒരു പരാതി എഴുതാൻ അറിയില്ല. അപ്പം അത്തരം ആളുകൾക്കൊക്കെ, ഇപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് പോലും ഞാൻ മലയാളത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത്തരം ആളുകൾക്കൊക്കെ ഇത് ഹെവി യൂസാണ്, നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.
നമ്മൾ നോർമൽ കൊടുക്കുന്ന ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ഇത് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. പ്രേക്ഷകൻ, തീയതി, സ്വീകർത്താവ്, വിഷയം, രാത്രി 10 മണിക്ക് ശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്ന സംബന്ധിച്ച് സാർ, ഞാൻ മേൽവിലാസത്തിൽ താമസിക്കുന്ന ഒരു KCB ഉപഭോക്താവാണ്. എൻ്റെ വീട്ടിലെ വൈദ്യുത കണക്ഷൻ കൺസ്യൂമർ നമ്പർ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ വീട്ടിൽ രാത്രി 10 മണിക്ക് ശേഷം വളരെ കൃത്യമായി കടുത്ത വോൾട്ടേജ് ക്ഷാമം അനുഭവപ്പെടുന്നു. നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പരാതി നിർമ്മിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് പരാതികളും കംപ്ലൈൻറ്റുകളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ചാറ്റ് ബോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് 8ാമത്തെ യൂസ് കേസ്. 9ാമത്തെ യൂസ് കേസിലേക്ക് പോകും. നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, മീഷോയിൽ നിന്ന്, മിന്ത്രയിൽ നിന്നൊക്കെ ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ, അതായത് ആ ഒരു ഐറ്റം നല്ലതാണോ ബാഡാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചില ആളുകൾക്ക് 2-3 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഫോൺ വാങ്ങിക്കാൻ നിൽക്കണം, അപ്പോൾ ഐഫോണാണ്, ഐഫോണിൻ്റെ ബേസിക് വേർഷൻ വാങ്ങിക്കണോ, പ്രോ വാങ്ങിക്കണോ, പ്രോ മാക്സ് വാങ്ങിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കമ്പാരിസൺ നടത്താൻ സിമ്പിളായിട്ട് ഈ ചാറ്റ് ബോട്ടുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ മറ്റു സന്ദർഭങ്ങൾ, ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടു, ഓക്കെയാണ്. അപ്പോൾ അതിൽ ആളുകളുടെ റിവ്യൂ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആ ഒരു പ്രൊഡക്റ്റ് ഫിറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചാറ്റ് ബോട്ടിൻ്റെ സഹായത്തോടെ ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു. ഇനി ഞാൻ സിമ്പിളായിട്ട് ഇവിടെ പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനോട് പ്രോംപ്റ്റ് കൊടുക്കണം. ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ ഈ ഒരു ഐറ്റമെ കൃത്യമായിട്ട് പരിശോധിച്ച് അതിലെ പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ റിവ്യൂ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് റെക്കമെൻഡേഷൻ ചെയ്യുമ്പോൾ ഏത് കാലാവസ്ഥക്കാണ്, ഏത് സിറ്റുവേഷനാണ് ഈ ഒരു ബാഗ് ഏറ്റവും അനുകൂലം എന്നുള്ളത്. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഓഫീസിലേക്ക് ലാപ്ടോപ്പൊക്കെ ക്യാരി ചെയ്യാനാണ് ഞാൻ ഈ ബാഗ് വാങ്ങിക്കാൻ കരുതുന്നത്. അതിനിത് യോജിക്കുന്നതാണോ എന്ന് പറഞ്ഞു തരാമോ? നമ്മൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ആയതാണോ ഏത് പ്രൊഡക്റ്റും എന്ന് ലളിതമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോട്ടിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോയിന്റും ഇതാണ്, നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആപ്പിളിനുണ്ട്, ഹുവായിൻ്റെ ഒരു ഫോണുണ്ട്, റെഡ്മിൻ്റെ ഒരു ഫോണുണ്ട്. അപ്പോൾ ഈ ഫോണുകൾ, ഒരു സീരീസിലുള്ള ഫോണുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് കമ്പാരിസൺ ചെയ്തിട്ട് വിച്ച് ഈസ് ദ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ആവശ്യമാണ്. ഇപ്പം നമ്മളോട് ചോദിക്കുന്നത്, എനിക്ക് ഓഫീസ് യൂസിന് ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് നമ്മളോട് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആവശ്യം വരുമ്പോൾ വേറെ ആളുടെ ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് ഈ ചാറ്റ് ബോട്ടിനോട് കാര്യം പറഞ്ഞിട്ട് അത് മലയാളത്തിൽ ലളിതമായിട്ട് വോയിസ് പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഓഫീസിലേക്കും ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ യോജിച്ചതാണ്. തീർച്ചയായും നിങ്ങളുടെ ആവശ്യത്തിന് ഈ ബാഗ് വളരെ മികച്ചൊരു ഓപ്ഷനാണ്. ഇതിൽ ലാപ്ടോപ്പ് സുരക്ഷിതമായി വെക്കാൻ സാധിക്കുന്ന പ്രത്യേക പാഡ് ചെയ്ത ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. 16 ഇഞ്ച് മുതൽ 17 ഇഞ്ച് വരെയുള്ള ലാപ്ടോപ്പുകൾ ഇതിൽ എളുപ്പത്തിൽ കൊള്ളും. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഉപഭോക്താക്കളുടെ പ്രധാന അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട്, ഏത് കാലാവസ്ഥക്കാണ് കൂടുതൽ അനുയോജ്യം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അവസാനം എൻ്റെ റെക്കമെൻഡേഷൻ, മൈ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് ജെമിനായി നമ്മൾക്ക് റെക്കമെൻഡേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. 10ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ട്രിപ്പൊക്കെ പോകുമ്പോൾ പല ആളുകളും പൈസ ചിലവാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാവും. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെലവുകൾ മാനേജ് ചെയ്യാനും ഓരോരുത്തരും എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളതും ആർക്കാണ് കൊടുക്കാനുള്ളതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ചാറ്റ് ബോട്ടിൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റഫായിട്ടുള്ള യൂസ് കേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കൂട്ടുകാർ 5 പേരായിരുന്നു പോരുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പോക്കറ്റിൽ എടുത്തിട്ടാണ് പൈസ ചിലവഴിച്ചത്. അപ്പോൾ നീ ടോട്ടൽ എക്സ്പെൻസ് കണക്കാക്കിയിട്ട് ഓരോരുത്തരും ഇനി എത്ര രൂപ എടുക്കണം, അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നീ പ്ലാൻ ചെയ്ത് തരണം. ഓക്കെ, ഇതാണ് ചിലവ്. എൻ്റെ ചിലവ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്നും പൈസ ഇറക്കിയത് 500 രൂപ, എൻ്റെ കൂട്ടുകാരൻ ദീപക് ഇറക്കിയത് 300 രൂപ, അർഷിത് ഇറക്കിയത് 400, ടോം ഇറക്കിയത് 700, അർജുൻ ഇറക്കിയത് 800 രൂപ. ഇനി നീ ടോട്ടൽ എക്സ്പെൻസ് കണ്ടിട്ട് ഓരോരുത്തരും എത്ര ഇറക്കി, ചെലവഴിച്ചു, സ്പെൻഡ് ചെയ്തു, ഇനി ബാക്കി ഓരോരുത്തരും എത്ര എടുക്കണം, അത് ആർക്ക് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരാമോ?
നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇത് ഞാൻ റഫായിട്ട് ഡമ്മി ആയിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു എക്സ്പെൻസ് കൊടുത്തതാണ്. അപ്പം ഇതേപോലെ ഇത് ട്രാവൽ എക്സ്പെൻസ് മാത്രമല്ല, നിങ്ങൾക്ക് പല യൂസ് കേസുകളും സിമ്പിളായിട്ട് ഈ ഒരു ചാറ്റ് ബോട്ടിനോട് ചോദിച്ചിട്ട് പരിഹാരം കാണാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ പല സമയത്തും നിങ്ങൾക്ക് എക്സ്പെൻസ് ഷെയർ ചെയ്യാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്കും സിമ്പിളായിട്ട് ഇതിനോട് ചോദിക്കാൻ സാധിക്കും. ആകെ ചിലവും ഒരാളുടെ വിഹിതവും ഓരോരുത്തരും നിലവിലെ കണക്കുകൾ. ദീപക് എത്രയാണ്, അർഷിത് എത്രയാണ്, ടോം എത്രയാണ്, അർജുൻ എത്രയാണ്. ഇനി പണം സെറ്റിൽമെൻറ്റും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അർഷിത് താൻ കൊടുക്കാനുള്ള 140 രൂപ ടോമിന് കൊടുക്കുക. നിങ്ങൾ കൊടുക്കാനുള്ള 40 രൂപയിൽ നിന്നും 20 രൂപ ടോമിനും ബാക്കി 20 രൂപ അർജുനും കൊടുക്കുക. കൃത്യമായിട്ട് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റിൽമെൻറ്റ് പ്ലാൻ അടക്കം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാറ്റ് ബോട്ടിനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് 10ാമത്തെ യൂസ് കേസ്. 11ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില സമയത്ത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഗ്രോസറികൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ബില്ല് കിട്ടിയിട്ട് എൻ്റെ ഫാദർ എപ്പോഴും ചോദിക്കുന്നതാണ്, പച്ചക്കറിക്ക് അതിന് എത്ര ചിലവായി, അല്ലെങ്കിൽ ബേക്കറിക്ക് എത്ര ചിലവായി, ഫ്രൂട്ട്സിന് എത്ര ചിലവായി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ഓരോന്നായിട്ട് മാനുവലായിട്ട് കണക്കാക്കണം. നിങ്ങൾക്ക് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ബോട്ട് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ലൈവ് ഇൻട്രാക്ഷൻ ഓൺ ആക്കിയിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും ചോദിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പിക്ചർ എടുക്കുകയാണ്, ക്യാമറ ഓൺ ആക്കി. ഇപ്പോൾ ഇതൊരു ഡമ്മി ബില്ലാണ്. ആ ഒരു ബില്ല് ക്യാപ്ചർ ചെയ്തു, ഓക്കെ, അറ്റാച്ച് ചെയ്തു. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതിൽ എത്ര രൂപക്കാണ് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ബില്ലിൽ എത്ര രൂപക്കാണ് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാമോ? നമുക്ക് നോക്കിയൊക്കെ റിസൾട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബില്ലുകളിൽ നിന്ന്, ഡോക്യുമെൻറ്റ്സുകളിൽ നിന്നുള്ള പല കാര്യങ്ങൾക്കും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ചാറ്റ് ബോട്ടുകൾ വെച്ചിട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ റിസൾട്ടുകൾ കണ്ടെത്താൻ സാധിക്കും. ഇവിടെയൊക്കെ ഞാൻ ഒരു യൂസ് കേസ് മാത്രമാണ്. അതിൻ്റെ വൈഡർ സ്കോപ്പുകൾ നിങ്ങൾ ആലോചിക്കുക. എനിക്കിതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമുക്കതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പഴങ്ങൾ തന്നിട്ടുണ്ട്, പാലുൽപ്പന്നങ്ങൾ. എത്ര രൂപയാണ് പഴത്തിന് ചിലവായിട്ടുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് 11ാമത്തെ യൂസ് കേസ്. 12ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റം വാങ്ങിച്ച ശേഷം നമുക്ക് ബില്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ബില്ലിൽ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ബില്ലിൽ പറയുന്ന മുഴുവൻ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ജെമിനിയിലെ ലൈവ് ഇൻട്രാക്ഷൻ. ഇപ്പോൾ ഇവിടെ ഡമ്മി ആയിട്ട് ഞാൻ എൻ്റെ സ്ക്രീനിലുള്ള ഒരു ഐറ്റംസും ഒരു ഡമ്മി ബില്ലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ജെമിനിയുടെ ഈ ലൈവ് ഇൻട്രാക്ഷൻ ഓൺ ചെയ്ത ശേഷം ക്യാമറ ഓൺ ചെയ്യുക, എന്നിട്ട് എല്ലാ ഐറ്റംസും കാണിച്ചു കൊടുക്കുക, ശേഷം ബില്ലും കാണിച്ചു കൊടുത്തിട്ട് ഇതിലെ എല്ലാ ഐറ്റംസും ഇതിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ, വോയിസ് ആയിട്ട് കമൻറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അപ്പം ജെമിനി ലൈവ് ഇൻട്രാക്ഷൻ ഇവിടെയാണ് ഓൺ ചെയ്യുക. ഓക്കെ, ഓൺ ചെയ്ത ശേഷം ഞാനിവിടെ ക്യാമറ ഓൺ ആക്കി ഈ ഒരു ഞാൻ വാങ്ങിയിട്ടുള്ള പച്ചക്കറികൾ മുഴുവൻ നോക്കുക. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ബില്ലും ഉണ്ട്. ഈ ബില്ലിലുള്ള മുഴുവൻ ഐറ്റംസും പച്ചക്കറിയിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? ഞാനിപ്പോൾ ബില്ലിലെ സാധനങ്ങൾ ഇമേജുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം കാത്തിരിക്കൂ. നിങ്ങളുടെ ബില്ലിൽ കാണുന്ന സാലഡ്, കുക്കുംബർ, ഫെനൽ, സുക്കിനി, പിയേഴ്സ്, നമ്മൾക്ക് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്, ഏതൊക്കെ ഐറ്റംസ് ഇല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്കും ഇത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഐറ്റംസ് ചെക്ക് ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് 12ാമത്തെ യൂസ്. 13ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പ്രൊഡക്റ്റുകൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ പോയിട്ട് പല പ്രൊഡക്റ്റുകളും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾക്ക് പല റിക്വയർമെൻറ്റും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പല രോഗങ്ങളുണ്ടാകും. ചില ആളുകൾക്ക് ഷുഗറിൻ്റെ അസുഖം ഉണ്ടാകും. അപ്പം നമ്മൾ ആ ഐറ്റം ഷുഗറുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഡൗട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫേസ് വാഷോ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ടൈപ്പ് ഓഫ് സ്കിൻ അലർജി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ലൈവ് ഇൻട്രാക്ഷൻ ഓൺ ആക്കിയിട്ട് ആ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കാൻ പറ്റും, ഇത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഈ ഒരു സ്കിൻ ടോണുള്ള ആളുകൾക്ക് ഈ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഞാനിവിടെ എൻ്റെ അടുത്ത് ഒരു ബിസ്ക്കറ്റിൻ്റെ കവറുണ്ട്, ഞാനിത് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ച് നോക്കുകയാണ്. ഓക്കെ, ലൈവ് ഇൻട്രാക്ഷൻ ഇവിടെ ഓണാക്കി.
ഈ ഒരു ബിസ്ക്കറ്റിലെ ഐറ്റംസ് നീ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം ഇതൊരു ഷുഗർ രോഗമുള്ള ഒരാളുകൾക്ക്, ഷുഗറിൻ്റെ അസുഖമുള്ള ഒരാളുകൾക്ക് ഈ ബിസ്ക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു തരാമോ? ഞാൻ ആ പാക്കറ്റിലെ ചേരുവകൾ സൂക്ഷ്മമായി പരിശോധിക്കാം. ഈ ബിസ്ക്കറ്റിന്റെ ചേരുവകളുടെ പട്ടികയിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം. അതിനാൽ പ്രമേഹ രോഗമുള്ളവർക്ക് ഇത് കഴിക്കുന്നതിനു മുൻപ്, അതായത് ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ കുറേ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഫേസ് വാഷ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഇന്ന സ്കിന്നിന് ഇത് പറ്റുമോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ലൈവ് ഇൻട്രാക്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ചോദിക്കാം. ആ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ആ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ആ പ്രൊഡക്റ്റ് എത്രത്തോളം ഹാംഫുൾ ആണ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ജെമിനിയുടെ ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് 13ാമത്തെ യൂസ് കേസ്. 14ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലൊക്കെ നമ്മൾക്കൊരു അസിസ്റ്റൻ്റ്, അതായത് ഒരു ഡോക്ടർ അസിസ്റ്റൻറ്റിനും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത് കൃഷി ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ കൃഷി നടത്തുന്ന. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചെടികൾക്ക്, പ്ലാന്റുകൾക്ക് ചെറിയ രീതിയിലൊക്കെ രോഗങ്ങളുണ്ടാകും. അപ്പോൾ അത് നമ്മൾക്ക് ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കാൻ വേണമെങ്കിൽ നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്ത്, ഓക്കെ, പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനോട് ചോദിക്കാൻ നിൽക്കുകയാണ്. അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ സംവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യൂസ് കേസ് താഴെ പറയാനും മറക്കരുത്. അത് നമ്പർ ഇട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ ഒരു രോഗമുള്ള ഒരു പപ്പായയുടെ പിക്ചർ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനോട് ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പ്രശ്നം, ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത്. ഇതെൻ്റെ വീട്ടിലുണ്ടായ പപ്പായയാണ്. ഈ പപ്പായക്ക് എന്തോ ഒരു തരത്തിലുള്ള രോഗമുണ്ട്. ആ രോഗം എന്താണെന്ന് നിനക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ? അതിന് കേരളത്തിലുള്ള നാടൻ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ, പരിഹാരവും പറഞ്ഞു തരാമോ? This papaya appears to be infected with powdery mildew. A good traditional Kerala method to try is spraying a mixture of neem oil and soap water on the affected areas. You can also use a baking soda spray to help control the fungus. നിനക്ക് മലയാളത്തിൽ സംസാരിക്കാം. മലയാളത്തിൽ ഉത്തരം പറയാമോ? മനസ്സിലായി. ഇനി മുതൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ആ ചിത്രത്തിലുള്ള പപ്പായയ്ക്ക് പപ്പായ റിംഗ് സ്പോട്ട് ആ ഒരു പപ്പായക്ക് എന്താണ് രോഗം എന്നുള്ളത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി അതിലൊരു സൊല്യൂഷനും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല യൂസ് കേസുകളിലും നമുക്ക് ജെമിനി ഉപയോഗപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങളുടെ റിയലിസ്റ്റിക് ആയ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിലും പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.